അയ്യോ അഭി, കുട്ടികളെ എന്താ നീ റെഡിയാക്കുന്നേ? ഞാനൊരാൾ ഇവിടെ ഉണ്ടല്ലോ. സാരല്ല ഏട്ടത്തി, എനിക്ക് ശീലമുള്ളതല്ലേ. എന്താ ഇത് വസു, നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അവള് ചെയ്യാൻ വേണ്ടി ഇരുന്നതാ, ഞാനാ വേണ്ടെന്ന് പറഞ്ഞു. മുറിഞ്ഞ കൈകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ എങ്ങനെയാ ചെയ്യുന്ന വസു? ഈ കാര്യം തന്നെ ഞാൻ അവളോട് പറയായിരുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞ കേക്കണ്ടേ. അതെന്തായാലും നന്നായി അഭി. മക്കളെ, നിങ്ങളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി. ബുക്സും ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽസും എടുത്ത് വെച്ചിട്ടുണ്ട്. പോകാനുള്ള കാറ് റെഡിയാ. നിങ്ങൾ വേഗം വന്നാൽ സ്കൂളിൽ പോവാം. വളരെ താങ്ക്സ് ഏട്ടത്തി. അതെ ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചാലോ? ഇല്ലടോ, കുറച്ച് വർക്കുണ്ട്. അപ്പോഴേക്കും താൻ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സുഗന്ധം എന്നെ തിരഞ്ഞെത്തും ഈ സുഗന്ധം. വസുന്ധര, താൻ അനങ്ങാൻ നിന്നോ? തനിക്ക് സാരി ഞാൻ എടുത്തു തരാം. സാരി ഉടുക്കാന്നോ? ഞാൻ എടുക്കാന്നല്ല, തന്നെ ഉടുപ്പിച്ചേരാന്നാ പറഞ്ഞു. ഏട്ടൻ ഇതൊക്കെ അറിയോ? എന്താ, അന്ന് ഞാൻ പിന്നുകുത്തി തന്നതല്ലേ. അങ്ങനെയല്ല. ആ, തനിക്ക് വിരോധം അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഉടുപ്പിച്ചേരാം. നീ എന്ത് ഭാഗ്യവതിയ വസു.
സാരി നേരാവണ്ണം ഇരിക്കുന്നില്ലേ? നല്ല ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ പേരെ സാരി ഉടുപ്പിച്ചിട്ടുള്ളതാ, പക്ഷെ ആരും എന്നോട് ഇത്ര നന്നായി ഉടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ? ഒരുപാട് പേർക്ക് സാരി ഉടുപ്പിച്ചിട്ടുണ്ടെന്നോ? ഓ നോ നോ നോ, ഡോണ്ട് തിങ്ക് മീ റോങ്. പെൺകുട്ടികൾക്കല്ല, പെൺപാവകൾക്ക്. ഈവൻസിന്റെ ഡെക്കറേഷന് വേണ്ടിയാ. പാവം പാവകൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ, വാ തുറന്ന് താങ്ക്സും പറയാൻ കഴിയില്ല. ജീവനുള്ള പാവയായതുകൊണ്ട് താൻ എന്നോട് കൊള്ളാന്ന് പറഞ്ഞു. സോറി സോറി, തന്നെ ഞാൻ പാവയെന്ന് വിളിച്ചു. പാവകൾക്ക് സാരി ഉടുപ്പിച്ച കൈകൊണ്ട് എനിക്കും സാരി ഉടുപ്പിച്ച് തന്നു. ഞാനും പാവയാണെന്ന് വിചാരിച്ചോ? തന്റെ കൈ ശരിയാകുന്നത് വരെയും എനിക്ക് താൻ പാവ തന്നെയാ. ഞാൻ പറയുന്നത് കേട്ടോണം, കേട്ടില്ലെങ്കിലുണ്ടല്ലോ നല്ല പണിഷ്മെന്റ് തരും ഞാൻ. പെട്ടെന്ന് എന്തിനാ എന്നെ പുറത്തേക്ക് പോകാൻ വിളിച്ചേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? ഷോപ്പിങ്ങിന്. ഷോപ്പിങ്ങിനോ? അങ്ങനെയാണോ? എനിക്ക് എന്താ വാങ്ങിച്ചേർന്നേ? സാരിയോ സ്വർണ്ണോ? ഷോപ്പിംഗ് ആന്റിക്കല്ല, എനിക്കാ. ആ അത്രേ ഉള്ളൂ അല്ലേ? എന്നെ വീട്ടിലുള്ളവർ നോക്കുന്നില്ല, നീയും എന്നെ നോക്കുന്നില്ല. ഒന്ന് കരയാതിരിക്കെ, എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഇപ്പൊ പറഞ്ഞത് കൊള്ളാം. ഏ ഡ്രൈവർ, വണ്ടി നിർത്ത് നിർത്ത് നിർത്തടാ നിർത്ത്. എന്ത് പറ്റി ആന്റി? മാഷിനെ കണ്ടില്ലേ? എവിടെ? ദാ അവിടെ അവിടെ. അത് മാസ്റ്റർ അല്ല, ഏതോ ഒരു പയ്യനാണ്. അല്ലടി, അത് മാഷ് തന്നെയാ. തലമുടി ഡൈ ചെയ്തിട്ടുണ്ട്, താടി അല്പം ഷേവ് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനെ പോലെ ഉണ്ടല്ലേ? കൊച്ചു പയ്യൻ തന്നെയാ, പക്ഷെ ട്യൂഷൻ മാസ്റ്റർ അല്ല. ആഹാ, അത് മാഷ് തന്നെയാന്ന് എന്റെ മനസ്സ് പറയുന്നേ. മനസ്സോ? ആ എന്റെ മനസ്സ് പറയുന്നടി. വാ നമുക്ക് പോയി സംസാരിക്കാം. ഷോപ്പിങ്ങിന് പോവാൻ ലേറ്റ് ആകുന്നു ആന്റി. അയ്യോ, അതൊക്കെ പിന്നെ നോക്കാം. ആന്റി നിക്ക ആന്റി. മാഷേ ആന്റി. മാഷേ മാഷേ മാഷേ. മാഷേ മാഷേ. ആന്റി മാഷിനെ ഞാൻ കണ്ടതാ മോളെ. മാഷേ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അത് എവിടെ പോയി? മാഷേ മാഷേ. ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇപ്പൊ പെട്ടുപോയേനെ. ഉള്ള ഒരു ജോലിയും കൂടെ പോയി കിട്ടിയേനെ. മാഷേ. അല്ല, ഈ കിളവിക്ക് വേറെ ഒരു പണിയില്ലേ? ഏത് നേരവും എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. വീട്ടിൽ പോയാലും ടോർച്ചറിങ്, പുറത്തിറങ്ങിയാലും ടോർച്ചറിങ്. ഇത് എന്തൊരു ജീവിതമാണ്. ആന്റി ആന്റി, ഇവിടെ ട്യൂഷൻ മാസ്റ്റർ ഇല്ല ആന്റി. വാ നമുക്ക് പോകാം. ഇല്ല, ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ആ മുഖം എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാം. വെറുതെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. വാ നമുക്ക് പോകാം. വരാൻ ഇങ്ങോട്ട്. വരാനല്ലേ പറഞ്ഞ? വാ. ഓ ഈശ്വരാ. മാഷ് ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ. പെട്ടെന്ന് എങ്ങോട്ടാ പോയേ? കള്ളം മാഷ്. വാ ആന്റി ഇങ്ങോട്ട്. ഞാൻ വന്നോണ്ടിരിക്കല്ലേ മാഷേ മാഷേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കാർത്തികയല്ലേ? അതെ, നിങ്ങൾ ആരാ? എൻ്റെ പേര് അരവിന്ദ് കൃഷ്ണ, മോഡൽ കോർഡിനേറ്റർ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? അന്ന് നിങ്ങളൊരു ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ? ആ ഷോയിൽ ഞാനും ഉണ്ടായിരുന്നു.
അന്ന് നിങ്ങൾ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബാഡ് ലക്ക്. ജഡ്ജ്മെൻ്റ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. ഇയാളെ ഒഴിവാക്കി വേറെ ആരെയോ കോമ്പറ്റീഷൻ വിന്നറാക്കി. അതെ മോനെ, അന്ന് ആ ബസ് വന്നതുകൊണ്ട് ഇവിടെ തോറ്റുപോയി. അതൊന്നും സാരമില്ല. ടോപ്പ് മോഡൽ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഇയാൾക്കുണ്ട്. ഇയാൾക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ നമ്പർ 1 മോഡലാക്കി ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു മോഡൽ ഏജൻസി ഉണ്ട്. ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒരു ദിവസം ഓഫീസിലേക്ക് വരൂ. താങ്ക് യു സർ. എത്രയും വേഗം തന്നെ ഓഫീസിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ ശരി, കാണാം. നമുക്ക് പോവാം. വാ. ഏട്ടൻ വന്നോ? കുറച്ച് വെള്ളം എടുക്കട്ടെ. വസുന്ധര, തന്നോട് ഞാൻ വാട്ടർ വേണമെന്ന് പറഞ്ഞോ? ശ്ശേ, എന്തിനാണോ താനീ മുറിവ് പറ്റിയ കൈകൊണ്ട് റിസ്ക് എടുക്കുന്നത്? വേദനയൊന്നും ഇല്ല ഏട്ടാ. പിന്നെന്താ തനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാതെ? അത് ഈ തലമുടി കെട്ടാ എന്താ വിരിച്ചിട്ടിരിക്കുന്നത്? ചേച്ചി വന്ന് കെട്ടിത്തരാന്ന് പറഞ്ഞു. ഇതിനെല്ലാം ഇപ്പൊ ഏട്ടത്തി വരണമല്ലേ? പിന്നെന്താ, ഏട്ടൻ കെട്ടിത്തരൂന്നാണോ? അതെ. പ്ലീസ് ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്യാൻ നിക്കണ്ട. എന്താ, എന്റെ കൈ മുറിയാണെങ്കിൽ താൻ എനിക്ക് മുടി ചെയ്തു തരില്ലേ? ഞാൻ മുടി കെട്ടുന്നത് വേറെ, ഏട്ടൻ മുടി കെട്ടുന്നത് വേറെ. അങ്ങനെയൊന്നും ഇല്ലടോ, എല്ലാം ഒന്ന് തന്നെ. താൻ അങ്ങോട്ടിരുന്നേ, വാ. വേണ്ട ഏട്ടാ, ആരെങ്കിലും കണ്ട ശരിയാവില്ല. ചിലപ്പോ തെറ്റിദ്ധരിക്കും. സാരമില്ലെന്നേ, വിചാരിക്കുന്നെങ്കിൽ അങ്ങ് വിചാരിച്ചോട്ടെ. ആദ്യം താൻ അങ്ങോട്ടിരുന്നേ, വാ. എന്താ അച്ഛൻ മുടി കെട്ടി കൊടുക്കുന്നത്? ഇങ്ങ് തന്നെ, ഞാൻ കെട്ടി കൊടുക്കാം. നിനക്ക് ശീലമല്ലല്ലോ ഉണ്ണി, ഞാൻ കെട്ടിക്കൊടുക്കാം. എനിക്ക് ശീലമില്ലെങ്കിൽ പോലും ഞാൻ പ്രാക്ടീസ് ചെയ്യാ അച്ഛാ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഇപ്പൊ എത്തിയതല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആവച്ചാ. അതൊന്നും സാരമില്ല ഉണ്ണി, നിന്റെ അമ്മയ്ക്ക് മുടി കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ പോയി ഫ്രഷ് ആയിക്കോളാം. അച്ഛൻ എന്തിനാ മുടി കെട്ടിക്കൊടുക്കുന്നേ? അമ്മയുടെ മുടി അച്ഛൻ കെട്ടിക്കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഇവര് നമ്മുടെ അമ്മയൊന്നും അല്ല. മാത്രമല്ല അച്ഛൻ ഈ ജോലിയൊന്നും ചെയ്യണ്ട. അങ്ങനെയാണോ? അപ്പൊ എനിക്ക് ആരും മുടി കെട്ടിത്തരിക? ഉണ്ണി കെട്ടിത്തരാന്ന് പറഞ്ഞപ്പോ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു, അച്ഛൻ കെട്ടിത്തരാന്ന് പറഞ്ഞപ്പോ അനു വേണ്ടെന്നും പറഞ്ഞു. ആരും കെട്ടിത്തന്നില്ലെങ്കിൽ പിന്നെ എന്റെ മുടി ഇങ്ങനെ കിടക്കട്ടെന്നാണോ? മുത്തശ്ശിയോടോ വല്യമ്മയോടോ ചെറിയമ്മയോടോ പോയി പറഞ്ഞാ പോരെ? എന്താ, അനുവിനെ കൊണ്ട് പറ്റില്ലേ? ഞാൻ എന്തിനാ കെട്ടിത്തരുന്നേ? ഓ, മോൾക്ക് മുടി കെട്ടിത്തരാൻ അറിയില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? എന്നാ കെട്ടിത്താ നോക്കട്ടെ. ദേ ഇപ്പൊ കണ്ടോ? യെസ് അച്ഛാ, മുടി ഞാൻ കെട്ടിക്കൊടുക്കാം.
അച്ഛാ ക്ലിപ്പ് എടുത്തോണ്ട് വന്നേ. ഓക്കെ മാഡം. കണ്ടില്ലേ മുടി കെട്ടിയത്? എനിക്കറിയില്ലെന്ന് ആര് പറഞ്ഞു? ആ, മുടി കെട്ടി തന്നതൊക്കെ ഓക്കെ, പക്ഷേ ഇനി എനിക്ക് ആരാ ഭക്ഷണം വാരി തരിക? എന്തിനാ ഭക്ഷണം വാരി തരുന്നേ? എന്റെ കയ്യിൽ മുറിവ് വന്നില്ലേ, അതുകൊണ്ടാ. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അച്ഛൻ തന്നെ എനിക്ക് വാരി തരണം. നിങ്ങൾക്ക് എന്തിനാ എന്റെ അച്ഛൻ വാരി തരുന്നേ? വേണമെങ്കിൽ ഞാൻ വാരി തരാം. വാരിത്താ. അക്കരെ നിന്നൊരു പൂങ്കാറ്റ് എത്തിയതിന്നോ ഇന്നലെയോ, അക്കരെ നിന്നൊരു പൂങ്കാറ്റ് എത്തിയതിന്നോ ഇന്നലെയോ, കവിളിൽ തഴുകി കൈവിരലാ മാറാപ്പിൽ മഴ ചൂടിയ മേഘം വാനിൽ വഴി തെറ്റി. വേറെ എന്ത് ചെയ്യണം? ടാബ്ലറ്റ് കഴിപ്പിക്കണം. താങ്ക്സ് അനു. താങ്ക്സ് ഒന്നും വേണ്ട. എന്റെ അച്ഛനോട് ജോലിയൊന്നും പറയരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്റെ അച്ഛനെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. വാ നമുക്ക് പോയി ഉറങ്ങാം. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ. ഒരു പെൺകുഞ്ഞ് അമ്മയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോ എത്ര സന്തോഷം കിട്ടുമെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അത് തന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തല്ല കേട്ടോ. അറിയേട്ടാ.